ഹലോ എവരിവൺ, ദിസ് ഇസ് ഡോക്ടർ ജോർജി. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, പലർക്കും അത് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമായിരിക്കാം. എന്നാൽ ചിലർക്ക് അത് വിട്ടുമാറാതെ നിൽക്കുന്ന അല്ലെങ്കിൽ തുടരെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്തായിരിക്കാം ഇങ്ങനെ മാറാതെ നിൽക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വരുന്ന മൂത്രത്തിൽ പഴുപ്പിൻ്റെ കാരണങ്ങൾ? ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. അത് മൂത്രസഞ്ചിയുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഇൻസൈഡ് ലൈനിങ്ങിൽ ഒരു ഹുക്ക് പോലെ കൊളുത്തി കിടക്കും. ഇത്തരം വിട്ടുമാറാതെയുള്ള യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനുകൾക്ക് നമ്മൾ പ്രധാനപ്പെട്ട മരുന്നിൻ്റെ ഒപ്പം കൊടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ക്രാൻബെറി. ഇത് അതിൻ്റെ പ്രൊസസ്ഡ് വെർഷനാണ്. കുറച്ചുകൂടെ സ്വീറ്റൻഡ് ആയിട്ട് നമുക്ക് റീജിയണൽ മാർക്കറ്റിൽ കിട്ടുന്ന വെർഷനാണ് ക്രാൻബെറിയുടെ. ശരിക്കുള്ള ക്രാൻബെറി എന്ന് പറയുന്നത് ഞാവൽപ്പഴം പോലെ ചെറി പോലെയൊക്കെയുള്ള റെഡ് റൗണ്ട് ഫ്രൂട്ടാണ്. അതിനകത്ത് ഇറങ്ങിയിട്ടുള്ള PAC എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഈ കൊളുത്തിക്കിടക്കുന്ന ബാക്ടീരിയയെ ഇല്ലാതാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. റിസർച്ചുകൾ പറയുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനുകൾ വരുന്നത് 49% കുറയുന്നു എപ്പോൾ നമ്മൾ മരുന്നിൻ്റെ കൂടെ ക്രാൻബെറി എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ക്രാൻബെറി കൊടുക്കുമ്പോഴേ. വെറും ഒരു ഫ്രൂട്ടാണ് എന്ന് കരുതി തന്നെത്താനെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് മേടിച്ച് കഴിക്കരുത്. കാരണം ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ക്രാൻബെറിയിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഷുഗർ കൂട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ക്രാൻബെറി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന മറ്റ് മരുന്നുകളുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചേക്കാം. എസ്പെഷ്യലി ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള രക്തം കട്ടിപിടിക്കാതിരിക്കാൻ കൊടുക്കുന്ന ചില മരുന്നുകൾ, ആസ്പിരിൻ ആകാം, റിവറോക്സിമാൻ ആകാം, അങ്ങനെ ചില മരുന്നുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ക്രാൻബെറി ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം ഉപയോഗിക്കുന്നതിനായി, എസ്പെഷ്യലി പ്രോസസ്ഡ് ആയിട്ടുള്ള സ്വീറ്റൻഡ് ആയിട്ടുള്ള ക്രാൻബെറി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. എന്തുമാത്രം കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 38 മില്ലിഗ്രാം PAC ലഭിക്കുന്ന രീതിയിലുള്ള ക്രാൻബെറി അളവാണ് കഴിക്കേണ്ടത്. അത് ഫ്രഷ് ക്രാൻബെറീസ് ആണെങ്കിൽ ഒരു 8 to 10, ഒരു അരക്കപ്പിൽ താഴെ മാത്രമാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. അസിഡിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ബെറി പോലത്തെ പഴങ്ങൾ അലർജി ഉള്ള ആളുകൾ, ചൊറിഞ്ഞു കടിക്കുകയോ ശ്വാസം മുട്ടലോ ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ഇത് വളരെ സൂക്ഷിച്ച് മാത്രം കഴിക്കുക. സോ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ വരുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് നമുക്ക് ക്രാൻബെറി സജസ്റ്റ് ചെയ്യാം. അവരുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ കൂടെയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവർക്ക് പ്രോസസ്ഡ് ക്രാൻബെറി കഴിക്കുമ്പോൾ ഷുഗർ ഹൈക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അലർജി പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവരുടെ പ്രധാന ട്രീറ്റ്മെൻറ്റിനൊപ്പം ക്രാൻബെറിയോട് ചേർക്കാം. താങ്ക് യു.